മാനവൻ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട ചിന്തയറിയോ, അവൻ്റെ ഉമ്മ നഷ്ടപ്പെടുമ്പോൾ, അവൻ്റെ വാപ്പ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതിസാരമായ വേദനയല്ല. ഇന്നും ഇന്നലെയും വരുന്ന വേദനകളല്ല. അവൻ ജീവിക്കുന്ന കാലം മുഴുവനും ആ വേദനയുടെ ഉള്ളു നീറിക്കൊണ്ടേയിരിക്കും. ചിലർ പറയാറില്ലേ, മരണപ്പെട്ടപ്പോൾ നോക്കിയില്ല, അല്ലെങ്കിൽ മരണപ്പെടുന്നവരെ നോക്കിയില്ല, അല്ലെങ്കിൽ വേണ്ടതുപോലെ പരിപാലനം നടത്തിയില്ല എന്നൊക്കെ പറയുമെങ്കിലും അവൻ ഉറപ്പുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. എന്നാൽ അവൻ രക്ഷപ്പെട്ടുവല്ലേ. എന്നാൽ ഇന്നിൻ്റെ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ സ്വന്തം മാതാവിനെ കൊല്ലപ്പെടുകയാ, സ്വന്തം മാതാവിനെ മകൻ കൊല്ലുകയാ, സ്വന്തം മകനതാ സ്വന്തം പിതാവിനെ കല്ലെറിയുകയാ, ആക്ഷേപം പറയുകയാ. കാലം ഇവിടെ എത്തിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ രക്തത്തെ വേർപ്പാക്കി തൻ്റെ സമയം മുഴുവനും തൻ്റെ മക്കൾക്ക് വേണ്ടി വിനിയോഗിച്ചവർ അവസാനം അവൻ സമ്പാദിക്കാൻ വേണ്ടി ഗൾഫിൽ പോയി. അവൻ ഒരുപാട് സമ്പാദിച്ചു. പക്ഷേ അവൻ്റെ ഉമ്മ മരണപ്പെട്ടെന്നറിയുമ്പോൾ അവൻ കടന്നു വരുന്നില്ല. അവൻ്റെ വാപ്പ മരണപ്പെട്ടെന്നറിയുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ആ ഉമ്മ അവനെ കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അവൻ്റെ വാപ്പ അവനെ തിരക്കി നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ മക്കളെവിടെ, എൻ്റെ മോളെവിടെ, എവിടെ പോയി? അവൾ കോളേജിൽ പോയതായിരുന്നല്ലോ, അവരെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞേക്കുമ്പോൾ വാപ്പ എല്ലാ ദിക്കിലും ടോർച്ച് പഠിച്ചിങ്ങനെ നോക്കുകയാണ്. ഉമ്മ പറയുന്നത് കേട്ടുകൊണ്ട് വാപ്പ സഞ്ചരിക്കുകയാണ്. വാപ്പായെ പിന്നെ കാണാൻ വേറെ ആരെങ്കിലും പോവേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലതും നടന്നിട്ടും സ്വന്തം പിതാവിൻ്റെ വിലയെ തിരിച്ചറിയാത്തവർ, സ്വന്തം ഉപ്പയുടെ വിലയെ തിരിച്ചറിയാത്തവർ പിന്നെ ആരെ വിലയെ തിരിച്ചറിയും സഹോദരങ്ങളെ? താൽക്കാലികമായൊരു കുടുംബജീവിതം കടന്നു വരുമ്പോൾ ഇന്നലെ വരെ എല്ലാമായിരുന്ന ഉപ്പയെ, ഇന്നലെ വരെ എല്ലാമായിരുന്ന ഉമ്മയെ അവർ മരണപ്പെട്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടത് എന്താണ്? അവർ മരണപ്പെട്ട് കഴിഞ്ഞില്ലേ? ഉള്ള സമയം ഒന്നും നോക്കിയില്ലെങ്കിലും മരണപ്പെട്ട സമയമെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? അവർക്ക് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് എൻ്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ, എൻ്റെ വാപ്പാക്കൊന്ന് പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ ആരാണ് തയ്യാറുള്ളത്? അതൊക്കെ പഴഞ്ചനെന്ന് പറഞ്ഞ് തള്ളുന്നവരില്ലേ? അതൊക്കെ ഇന്നലെ നടക്കേണ്ട കാര്യങ്ങളല്ലേ? ഇന്ന് കാലഘട്ടം 2025 പിറന്നു, ഫെബ്രുവരിയായില്ലേ? ഇതുവരെയും നിങ്ങൾക്ക് ബോധമുദിച്ചില്ലേ എന്ന് ചോദിക്കുന്ന മക്കളില്ലേ? കുടുംബമില്ലേ? മാതാപിതാവ് നഷ്ടപ്പെട്ടാൽ അടുത്ത സ്ഥാനം തൻ്റെ മുതിർന്നതായ സഹോദരനാണ്, സഹോദരിക്കാണ്. ഇതൊന്നും അല്ലാത്ത വാക്കിൽ മാത്രം ഒതുങ്ങിയ കാലമാണ്. അവരുടെ കാര്യവും അവരുടെ നിലനിൽപ്പും അവരുടെ കുടുംബവും അവരുടെ മക്കളുമായൊരു ലോകം മാറുമ്പോൾ സ്വന്തം സഹോദരനെ അറിയില്ല, സ്വന്തം ഉമ്മയുടെ പള്ളയിൽ നിന്ന് വന്ന സഹോദരി അറിയില്ല, സ്വന്തം സഹോദരൻ തന്നെ സ്വന്തം സഹോദരിയെ മാനഭംഗപ്പെടുത്തുന്ന കാലമല്ലയോ? സ്വന്തം പിതാവ് തന്നെ സ്വന്തം പിതാവ് തന്നെ സ്വന്തം മകളെ കൊല്ലുന്ന കാലമല്ലയോ? എവിടെ എത്തി? ബന്ധങ്ങൾ ശിഥിലമാകുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലും ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നു, കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. ഓരോരുത്തരോടും ചോദ്യമുണ്ട്. സ്വന്തം മക്കളോട് ചോദ്യമുണ്ട്, സ്വന്തം ഗ്രഹനാഥിയോട് ചോദ്യമുണ്ട്, സ്വന്തം പിതാവിനോട് ചോദ്യമുണ്ട്, മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുന്നിലും ചോദ്യമുണ്ട്, എല്ലാവരോടും ചോദ്യമുണ്ട്. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. ഇന്ന് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ രാത്രികൾ ഉറങ്ങിയിരുന്നതാ സ്വന്തം കണ്ണുനീരൊരുക്കി ഉറക്കം വരുന്നെങ്കിലും കണ്ണിൽ നിന്ന് മാറാതെ മകനെ തേടുന്നു, മകളെ തേടുന്നു. അങ്ങനെയുള്ള ഉമ്മ മരണപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മകൻ എന്ത് സ്ഥാനമാണ്? ഇന്നലെ വരെ കാത്തിരുന്ന ഉമ്മയെ മറന്നുപോകുന്ന മാനവനായി മനുഷ്യൻ മൃഗതുല്യമാകുകയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മനുഷ്യൻ ഉയർന്നാൽ മലക്കുകളെക്കാളും ഉയരും കേട്ടോ. മനുഷ്യൻ അതമ്പതിച്ചാലോ മൃഗത്തെക്കാൾ അതമ്പതിച്ചു പോകുമെന്നാണ് ഖുർആൻ നമ്മളോട് ഉണർത്തിയത്. മറന്നു പോകല്ലേ മക്കളാകുന്ന ഞാനും നിങ്ങളും, മറന്നു പോകല്ലേ.
മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി കുറഞ്ഞ ദിവസമെങ്കിലും ഫാത്തിഹെങ്കിലും ഓതനേ സഹോദരങ്ങളെ. അതാണ് നമ്മുടെ വിജയം, അതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ വിധാനം.